OMG, നീ നീ അയാളെ കിസ് ചെയ്തോ? എന്നിട്ട് ബാക്കി പറ. പിന്നെ പിന്നെ എന്താ, പിന്നെ ഒന്നുമില്ല. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ഫേസ് ചെയ്യാനുള്ള മടി കാരണം ഞാനാണെങ്കിൽ നേരത്തെ അച്ഛൻ്റെ കൂടെ സ്കൂളിലേക്ക് പോയി. സ്കൂളിലോട്ട് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴുണ്ട് അച്ഛൻ പറയുന്നു അവർ എല്ലാവരും ബിസിനസ് ആവശ്യമായിട്ട് സെറ്റിൽമെൻറ്റിന് വേണ്ടി അമേരിക്കയിൽ പോയേക്കുവാണെന്ന്. പിന്നെ ഇനി അവർ തിരിച്ചു വരില്ല എന്നും പറയാൻ പറഞ്ഞു. ആ, അതൊക്കെ തന്നെ. അപ്പോൾ അതാണ് കാര്യം. ഇതേ കീർത്തി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി നീ ആളെ വിടാനൊന്നും നിൽക്കണ്ട. നീ ആളെ തന്നെ കെട്ടിക്കോ. കാരണം ഒന്നുമില്ലെങ്കിൽ നിന്റെ ഫസ്റ്റ് കിസ് കൊടുത്ത ആളല്ലേ. ഓ, പിന്നെ അവൾ അമ്മൂമ്മയുടെ ഒരു ഫസ്റ്റ് കിസ്, ഇതിനൊക്കെ എന്തോ ഇത്ര പ്രത്യേകത ഉള്ളത്? ഇല്ലാത്ത പ്രായത്തിൽ ഒരു ഉമ്മ കൊടുത്തു എന്ന് വെച്ച് അയാളെ ഞാൻ പിടിച്ച് കെട്ടണോ? എൻ്റെ പൊന്ന് കീർത്തി, ഈ ഫസ്റ്റ് കിസ് എന്നൊക്കെ പറഞ്ഞാലേ അതിന് ഭയങ്കര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കിസ്സൊന്നും ഫസ്റ്റ് അല്ല. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഞാനൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് കിസ് ചെയ്ത ആളെ മാത്രമേ കെട്ടുള്ളൂ. അത് ഈ ആലിയുടെ തിയറിയാണ്. ആലിയുടെ തിയറി ആലിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നിന്റെ കൂടെ നിന്ന് സംസാരിച്ചതാ 2 അവർ കോളേജിലത് പോയി. ഇനി അറ്റൻഡൻസ് നിന്റെ വേറെ വല്ലവരും വന്നിടുമോ? വാങ്ങോട്ട് നടന്ന്.